പുനലൂരിൽ യു.ഡി.എഫിലെ പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ നേതൃയോഗം ചേരുന്നു. വിഷയം ചർച്ച ചെയ്യാൻ 11 മണിക്ക് പുനലൂരിൽ കോൺഗ്രസ് നേതൃയോഗം ചേരും. പുനലൂരിലെ മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. കെ.സി. വേണുഗോപാലിന്റെ ഇടപെടലിനെ തുടർന്നാണ് യോഗം ചേരുന്നത്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, പുനലൂരിൽ സാഹചര്യം വളരെ മോശമായിരിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ലീഗ് അടക്കം അതിനെതിരെ രംഗത്ത് വരികയും കോൺഗ്രസ് വിമതനെ അനുനയിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് യോഗം. പ്രശ്നപരിഹാരത്തിനായുള്ള എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്? ഈ വിഷയം എത്രയും അടിയന്തരമായി പരിഹരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും നിലവിൽ പുനലൂരിലെ നിയോജകമണ്ഡലം കമ്മിറ്റിക്ക് ലഭിച്ചിരിക്കുന്നത്. കാരണം ലീഗുമായുള്ള ഒരു പ്രശ്നം വഷളാക്കി കൊണ്ടുപോകുന്നതിനോട് കോൺഗ്രസിന് യാതൊരു തരത്തിലുള്ള താല്പര്യവുമില്ല. കഴിഞ്ഞ ദിവസം കെ.സി. വേണുഗോപാൽ അവിടുത്തെ ഈ വിമതനായി മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന നെൽസൺ സെബാസ്റ്റ്യനുമായി ഫോണിൽ സംസാരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 11 മണിക്ക് പുനലൂരിൽ നേതൃയോഗം ചേരുന്നത്. അതായത് മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെ അത് മുതൽ അങ്ങോട്ട് പോഷക സംഘടനകളുടെ ഭാഗമായിട്ടുള്ള കെ.എസ്.യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെയും ചേർന്നുകൊണ്ടാണ് ഒരു നേതൃയോഗം ചേരുന്നത്. അവിടെ വെച്ച് കൃത്യമായ ഒരു നിലപാട് എടുക്കുകയും അതിനുശേഷം ആ നിലപാട് അറിയിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കെ.സി. വേണുഗോപാലിന്റെയൊക്കെ ഇടപെടലോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതായത് തൽക്കാലം സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്തിരിയാനായിട്ടുള്ള ഒരു തീരുമാനം നെൽസൺ എടുക്കുമെന്നുള്ള ഒരു കാര്യമാണ് എന്തായാലും വ്യക്തമാകുന്നത്. പക്ഷേ ഇന്ന് അതിനുശേഷം അതായത് എന്താണോ ഭൂരിപക്ഷം നേതാക്കളും പറയുന്ന അഭിപ്രായം അതിനനുസരിച്ചായിരിക്കും തീരുമാനം എടുക്കുക എന്നുള്ള ഒരു കാര്യവും വ്യക്തമാക്കുന്നുണ്ട്. അവരുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അവിടെ കോൺഗ്രസ് മുൻപ് ജയിച്ചിട്ടുള്ള ഒരു സീറ്റാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലെ വലിയ രീതിയിലുള്ള ഒരു പരാജയമാണ് യു.ഡി.എഫ് സംവിധാനത്തിൽ നിന്നുകൊണ്ട് മുസ്ലിം ലീഗിന് അവിടെ നേരിടേണ്ടി വരുന്നത്. കഴിഞ്ഞ തവണ 37,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അവിടെ പരാജയപ്പെടേണ്ടി വന്നത്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് ഇനി വലിച്ചിടാതെ നല്ല ഒരു വിജയിക്കാൻ തക്കതായ ഒരു സാഹചര്യമുണ്ട്. പുതിയൊരു സ്ഥാനാർത്ഥിയെയാണ് CPI അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം മുതലാക്കണം എന്നുള്ളതാണ് നേതാക്കളുടെ ആവശ്യം. എന്തായാലും 11 മണിക്ക് ശേഷം അവരൊരു നിലപാട് വ്യക്തമാക്കും. 2 മണിക്ക് പുനലൂരിലെ യു.ഡി.എഫ് യോഗവും ചേരുന്നുണ്ട്. ഒരുപക്ഷെ ആ പ്രശ്നം പരിഹരിച്ചതിന് ശേഷമായിരിക്കും ഈ യു.ഡി.എഫ് യോഗത്തിലേക്ക് നേതാക്കൾ എത്തുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്.